2024 ജൂൺ 5-നാണ് ബോയിങ്ങിന്റെ സ്റ്റാർലൈനറിൽ മനുഷ്യരെയും വഹിച്ചുള്ള ISS യാത്രയുടെ പരീക്ഷണത്തിന്റെ ഭാഗമായി സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത്. ജൂൺ 7-ന് ബഹിരാകാശ നിലയത്തിലെത്തി 13-ന് മടങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിന്റെ ത്രിസ്റ്ററുകൾക്കുണ്ടായ തകരാറുകളും ഹീലിയം ചോർച്ചയും കാരണം മടക്കയാത്ര നീണ്ടു. ഇരുവരെയും മടക്കി എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ബുച്ച് വിൽമോറിന്റെയും ചിത്രങ്ങൾ നാസ പുറത്തുവിടാറുണ്ട്. ചിത്രങ്ങൾ കാണുമ്പോൾ പലതരത്തിലുള്ള സംശയങ്ങളാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ ഉണ്ടാവുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾക്ക് താഴെ ഇവർ കമന്റായി സംശയങ്ങൾ രേഖപ്പെടുത്താറുമുണ്ട്. അത്തരത്തിലുള്ള ചില സംശയമാണ് മാസങ്ങളായി ബഹിരാകാശത്ത് താമസിക്കുന്ന ഇവരുടെ ഭക്ഷണം, വ്യായാമം എന്നീ കാര്യങ്ങളെക്കുറിച്ച്. എന്നാൽ ഇതിലും കൗതുകകരമായ ഒരു ചോദ്യമാണ് ബഹിരാകാശ യാത്രികർ വസ്ത്രം കഴുകാറുണ്ടോ എന്നത്. സുനിത വില്യംസിന്റെ യാത്രയ്ക്ക് മുൻപ് വരെ ഇത്തരമൊരു സംശയം ആരിലും ഉണ്ടായിരുന്നില്ല. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ യാത്രികർ ബഹിരാകാശത്ത് നിന്നിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ സുനിത വില്യംസും ബുച്ച് വിൽമോറും മാസങ്ങളായി ബഹിരാകാശത്ത് കഴിയുകയാണ്. വളരെ കുറച്ച് വസ്ത്രങ്ങൾ മാത്രമായിരിക്കും ഇവരുടെ കൈവശം ഉണ്ടായിരിക്കുക. അവ മുഷിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അലക്കും? ബഹിരാകാശത്തുള്ളവർ വിയർക്കില്ലേ? തുടങ്ങിയ സംശയങ്ങളാണ് പലരും ഉയർത്തുന്നത്. ബഹിരാകാശ യാത്രികർ വസ്ത്രങ്ങൾ കഴുകാറില്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പോലും ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ കൊണ്ടുപോകാറാണ് പതിവ്. നിലവിൽ സുനിതയ്ക്കും വിൽമോറിനും ആവശ്യമായ വസ്ത്രങ്ങൾ കാർഗോ റീസപ്ലൈ ദൗത്യങ്ങൾ വഴിയാണ് എത്തിച്ചു നൽകുന്നത്. ബഹിരാകാശത്ത് വെള്ളം കുറവായതിനാലാണ് ഇവർ വസ്ത്രങ്ങൾ അവിടെ വെച്ച് അലക്കാത്തത്.